ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 6ാമത്തെ എപ്പിസോഡാണ്. അറിയാം, ഞാൻ വീഡിയോ വളരെയധികം ഡിലേ ആയിട്ടാണ് ഈ ഇടയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ മാക്സിമം ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കുറച്ച് പ്രൊജക്റ്റുകളുടെ പുറകെയാണ്. സോ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടി ഒരുപാടധികം ലേറ്റ് ആകുന്നത്. പ്രൊജക്റ്റുകളൊക്കെ എന്തുവാണെന്ന് നിങ്ങൾക്ക് വലിയ മനസ്സിലാകും. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. 1000 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ തന്നെ പെട്രിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഹ്യൂമൻസ് വെറുതെ ഇരുന്ന് കാണത്തില്ല. ഈ 7 ബില്യൺ പീപ്പിൾസിനെയും നമ്മൾ റിവൈവ് ചെയ്തിരിക്കും എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ എല്ലാ ആൾക്കാരെയും റിവൈവ് ചെയ്തിരിക്കും എന്ന് നമ്മുടെ തൈജു പറയുന്നു. നമ്മുടെ കയ്യിൽ റിവൈവ് ഫ്ലൂയിഡ് ഇല്ലല്ലോ എന്ന് നമ്മുടെ തൈജു ചോദിക്കുന്ന സമയത്ത് ഇത് കേട്ട സേക്കു പറയുകയാണ്, നമ്മളിപ്പോൾ ട്രഷർ ഐലൻഡിലേക്ക് പോകുന്നത്. നമ്മൾ പണ്ടത്തേനെ പോലെ ആ കേവിന്റെ അതിൽ കയറി ഇനി സാധനങ്ങളൊന്നും കളക്ട് ചെയ്യേണ്ട. ട്രഷർ ഐലൻഡിൽ നമുക്ക് വേണ്ടി തന്നെ ഒരു വലിയ ട്രഷർ തന്നെ അവിടെ ഉണ്ട്. ഇത് കണ്ടിട്ട് എല്ലാ ആൾക്കാർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. സോ ആ ഐലൻഡിലേക്ക് പോയി ട്രഷർ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇത് കാണിക്കുന്നത് 3700 ഇയേഴ്സിന് മുമ്പ് നടന്നൊരു കാര്യമാണ്. സെലിബ്രിറ്റിഫിക്കേഷൻ ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഈ കാണിക്കുന്നത്. ഇസുഗാമിയുടെ കയ്യിൽ ആ ഡയമണ്ട് ഇറങ്ങി കൊടുക്കത്തില്ലേ, ആ സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. ഈ സമയത്ത് ഈ ഡയമണ്ടിന് ഒരു വാല്യൂം ഇല്ല, അത് ജസ്റ്റ് ഒരു റോക്ക് മാത്രമാണ് എന്ന് ആ ഡോക്ടറും വൈഫും പറയുകയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പം വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു ബോക്സിന്റെ അതിൽ അടച്ചു വെക്കാം. സോ ഫ്യൂച്ചറിൽ വരാൻ വേണ്ടി പോകുന്ന സയന്റിസ്റ്റിനൊക്കെ അത് ഒരുപാടധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിഗാമിയാണ് ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഷീഷെൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരമ്മ തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാര്യം നമ്മുടെ ഇസുഗാമി കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാടധികം വർഷങ്ങൾ കടന്നു പോകുകയാണ്. പുതുതായിട്ടുള്ള ജനറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ അതിലുള്ള കാര്യങ്ങൾ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. നമ്മുടെ റൂറി പറയുന്ന ജനറേഷൻ എത്തിയിരിക്കുന്നു. ആ 100 ടീൽ എന്ന് പറഞ്ഞ ബുക്കിന്റെ അതിലുള്ള കാര്യങ്ങൾ എന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാവോ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കത്തില്ല എന്ന് നമ്മുടെ സേക്കു റൂറിനോട് പറയുകയാണ്. ഇതേ സമയത്തായിരുന്നു വെളിയിൽ നമ്മുടെ സേക്കുവിനെ തപ്പിക്കൊണ്ട് ഗെന്ന് നടക്കുന്നത്. സോ സേക്കു എവിടാണെന്ന് നമ്മുടെ കൊഹാക്കുവിനോട് ചോദിക്കുന്ന സമയത്ത് കൊഹാക്കു പറയുകയാണ് അവൻ എന്റെ സിസ്റ്ററിന്റെ കൂടെയാണെന്ന്. നമ്മുടെ ജീവനോട് ഭയങ്കരമായിട്ട് കിടന്ന് ടെൻഷൻ അടിക്കുകയാണ്. നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് നമ്മുടെ കൊഹാക്കു പറയുകയാണ്. ഈ സ്റ്റോറി കേൾക്കാൻ വേണ്ടി റെഡിയായോ? ഫസ്റ്റ് സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മുടെ റൂറി പറയുകയാണ്. കഥ പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആവുകയാണ്. നൈറ്റ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കഥ കഴിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ പോയിസൺ ഗ്യാസിനെ കുറിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ചായ കൊണ്ട് അവർ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ കഥയെല്ലാം കേട്ടിട്ട് നമ്മുടെ സേക്കു അവിടെ ബോധം കിട്ടി കിടക്കുകയാണ്. അടുത്തതായിട്ട് സ്റ്റോറി നമ്പർ 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെയായിട്ടും 8ാമത്തെ സ്റ്റോറി വരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുമായിട്ട് നമ്മുടെ ഗെന്നി ഷോക്ക് ആകുകയാണ്. റോക്സിനെ കുറിച്ചുള്ള കഥ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് പറ എന്നുമായിട്ട് നമ്മുടെ സേക്കു ചോദിക്കുകയാണ്. റോക്സും മിനറൽസും ഒരുപാടധികം കളക്ട് ചെയ്യണമെന്നുമായിട്ട് നമ്മുടെ ബാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരുടെ പേരും എന്തെങ്കിലും ഒരു റോക്കിന്റെയോ അല്ലെങ്കിൽ മിനറൽസിനെയോ ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് കൊഹാക്കു റൂറി എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സോ കൊഹാക്കു എന്ന് പറയുന്നത് കളറിലുള്ള ഒരു ജെം ആണ്. കിങ് ഗോൾഡ് ഇങ്ങനത്തെ സാധനമൊക്കെ ഒരു ട്രഷർ ബോക്സിലുണ്ട്. ഡയമണ്ട് വൈറ്റ് കളറിലുള്ള ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഷർ ബോക്സിൽ തന്നെ ഇതുമുണ്ട്. അതിൻ്റെ അകത്ത് പ്ലാറ്റിനം ഉണ്ടോ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നുണ്ട്. ബോക്സിൽ തന്നെ പ്ലാറ്റിനവും ഉണ്ട്. ആ ട്രഷർ ബോക്സിന്റെ അകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പ്ലാറ്റിനം കിട്ടിയാൽ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. ഗോൾഡൻ ചാൻസ് ആണ്. സോ ഈ നൈട്രിക് ആസിഡ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലോ. സോ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അവരെ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം എന്ന് നമ്മുടെ ക്രോം പറയുകയാണ്. ഇത് കേട്ടാ എന്നെ അങ്ങോട്ട് വരികയാണ്. ഹ്യൂമൻ ബ്രെയിനിൽ നമുക്ക് എത്ര പേരെ ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും? നിങ്ങൾ തന്നെ പറ, നമ്മുടെ വില്ലേജിൽ ഇപ്പം എത്ര പേരുണ്ട്? അത് സുക്കാട്സ് ആർമിയിൽ ഒരു 100 പേരും വില്ലേജിലെ ഒരു 50 പേരും മൊത്തത്തിൽ 150 പേരുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ ആൾക്കാരെയും ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ മേളിലേക്ക് പോയാൽ നമുക്ക് പിന്നെ ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്ക് കിട്ടുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുപേരെ റിവൈവ് ചെയ്താൽ പ്രശ്നം തന്നെ ഉണ്ടാകും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളെ റിവൈവ് ചെയ്യണം, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളെ റിവൈവ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും. ഓരോ ഹ്യൂമൻ ബീൻസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാടധികം ആൾക്കാർ കാണും. സോ അവരെ റിവൈവ് ചെയ്യണമെന്ന് പറഞ്ഞ് അതൊരു വലിയ വഴക്ക് തന്നെ ഉണ്ടാകും. നമ്മുടെ ഗെന്നു പറയുകയാണ്, അഥവാ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാറ്റിനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ ട്രഷർ ബോക്സ് എവിടെ ആയിരിക്കും എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നു. ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ അത് ഡിസ്ട്രോയ് പോകാനും ചാൻസ് ഇല്ലേ എന്ന് നമ്മുടെ ഓക്കിയോ ചോദിക്കുന്നു. കേട്ടോ സേക്കു പറയുകയാണ്, ഹൈ ടെമ്പറേച്ചർ പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ലാത്തിലായിരിക്കും അത് വെച്ചിരിക്കുന്നത്. തൈജു പറയുകയാണ്, അതാ സ്പേസ് ഷിപ്പ് ആയിരിക്കത്തില്ലേ, അതാ സോയോ സ്പേസ് ഷിപ്പിന്റെ അകത്തിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് അതുപോലെ തന്നെ താഴേക്ക് പോകുകയാണ്. ഇവനിങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന കാര്യം നമ്മുടെ ഗെന്നി കണ്ടുപിടിക്കുകയാണ്.
എന്നിട്ട് നമ്മുടെ ഗെന്ന് സേക്കുനോട് പറയുകയാണ്, ഇവനാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവൻ എന്തോ കാര്യം നിന്നോട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ആരാണെന്ന് നമ്മുടെ സേക്കുന് മനസ്സിലാകുന്നില്ല, ഇവന്റെ പേര് മനസ്സിലാകുന്നില്ല. സേക്കുന് മാത്രമല്ല അവിടെ നിൽക്കുന്ന ആർക്കും ഇവന്റെ പേര് മനസ്സിലാകുന്നില്ല. ആക്ച്വലി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷിനിഗാമി വില്ലേജിലുള്ള ഒരാളല്ല, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കടലിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ എന്നെ കണ്ട് കരുണ തോന്നിയ ഒരാളാണ് എന്നെ എടുത്ത് വളർത്തിയത്. വില്ലേജിലുള്ള ആൾക്കാർക്കൊക്കെ മിനറൽസിന്റെ ഓറിന്റെ പേരാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാലവും ഒരു പേര് പോലും ഇല്ലാതാണ് ജീവിച്ചത്. എന്റെ പേര് സോയോസ് എന്നാണ്. നിങ്ങൾ പറയുന്നതൊക്കെ വെച്ച് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന ഐലൻഡിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾ പറയുന്നത് കേട്ടത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പറ്റുമെങ്കിൽ എന്നെയും കൂടെ ആ ഐലൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ? എല്ലാ ആൾക്കാർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. നീ തന്ന ഇൻഫോർമേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ഐലൻഡിൽ ഹ്യൂമൻസ് ഉണ്ട്. അപ്പം നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ഐലൻഡിൽ ഹ്യൂമൻസ് ഉണ്ടോ എന്ന് വേണ്ടി നമ്മുടെ കോഹാക്കു ഷോക്ക് ആവുകയാണ്. ചിലപ്പോൾ കാണും. അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇവൻ തന്നെയാണ്. കാര്യങ്ങളൊന്നും നമുക്ക് ഈസി ആയിട്ട് നോക്കി കാണാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം സേക്കുന്റെ കൂടെ എപ്പോഴും ലക്ക് കാണില്ല. ഇങ്ങനെ നമ്മുടെ ഗെന്നു ഓക്കിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഇവൻ എവിടെ നിന്നായിരിക്കും വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നു. ഇവനും നമുക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഉള്ളത്. ഒരു ഷേപ്പ് ഇറങ്ങിയ സ്ഥലത്ത് നിന്നാണല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. അണ്ടർടെയിലിലെ ഫസ്റ്റ് സ്റ്റോറി തന്നെ ജപ്പാനെ റീച്ച് ആകുന്ന കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാർ ജപ്പാനെ റീച്ച് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ അത് സാധിച്ചത് വെറും ഒരാൾക്ക് മാത്രമായിരിക്കും. അപ്പൊ ജപ്പാനെ റീച്ച് ആക്കാൻ വേണ്ടി ഒരുപാടധികം ആൾക്കാർ ശ്രമിച്ചോ എന്നുമായിട്ട് നമ്മുടെ റിവ്യൂസ് ഷോക്ക് ആകുകയാണ്. ചിലപ്പം ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണും, ഒന്ന് ജപ്പാനിൽ പോകാനും ഒന്ന് ആ ഐലൻഡിൽ തന്നെ സ്റ്റേ ചെയ്യാനും. നമ്മുടെ സേക്ക് പറയുകയാണ്, അപ്പം ഇതായിരുന്നു എന്റെ വീട് എന്നുമായിട്ട് നമ്മുടെ സോയോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരുന്നുണ്ട്. പോകുന്ന സ്ഥലത്ത് അവർ ഫ്രണ്ട്ലി ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമല്ല, ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവം കാണിച്ചു പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമുക്ക് സിഗ്നൽ തന്ന വൈമാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് അതിനും നല്ല ചാൻസ് ഉണ്ട് എന്ന് നമ്മുടെ ഗെന്നും പറയുന്നു. കാലം വെളിയിൽ നിന്നുള്ള ഒരാള് നമ്മുടെ വില്ലേജിൽ കയറി താമസിക്കുകയായിരുന്നു. സോയോസ് ഞങ്ങളോട് ക്ഷമിക്ക്, നീ തന്ന ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് ഒരുപാടത്തേക്ക് യൂസ്ഫുൾ ആയത് എന്ന് നമ്മുടെ കോഹാക്കുവിന്റെ അച്ഛൻ ചിന്തിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ വില്ലേജിൽ റൂൾ ഉണ്ടായിരുന്നു, വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും വില്ലേജിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ്. സോ ഇത് കേട്ടിട്ടാണ് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അത്രയും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുമോ എന്നുമായിട്ട് നമ്മുടെ ഓക്കിയോ ചിന്തിക്കുന്നു. അതിന് ഭയങ്കര ചാൻസ് കുറവാണ്. അഥവാ അവരുടെ കയ്യിൽ അത്ര ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ തേടി വന്നിട്ടുണ്ടായിരുന്നേനെ. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ടെക്നോളജി കാണത്തില്ല എന്ന് നമ്മുടെ റിയൂഷി പറയുന്നു. ഇത് കാര്യങ്ങൾ ശ്രമിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ കാറ്റും മഴയും വെള്ളവും എൻ്റെ കൂടെ നിന്നില്ല. നിങ്ങളുടെ സയൻസ് ഷിപ്പ് കാരണമാണ് എനിക്ക് എൻ്റെ വില്ലേജിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത് എന്നുകൊണ്ട് നമ്മുടെ സോയൂസ് കരയുകയാണ്. എന്തൊക്കെയാണെങ്കിലും നീ ഒരു കിങ്ഡം ഓഫ് സയൻസിന്റെ മെമ്പർ തന്നെയാണ് എന്ന് നമ്മുടെ ഗെന്നു പറയുകയാണ്. സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാണെങ്കിലും നീയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എല്ലാ ആൾക്കാരും പറയുകയാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ സോയോസിനെ ഒരുപാടധികം സന്തോഷം വരികയാണ്. നമ്മുടെ കൊഹാക്കോ ചോദിക്കുന്നത് ആ വില്ലേജിലേക്ക് പോകാൻ വേണ്ടി ഇനി എത്ര കാലം കൂടെ എടുക്കുമെന്ന്. എത്ര കാലമെന്നോ? 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കും എന്ന് നമ്മുടെ റിയൂഷി പറയുന്നു. വളരെയധികം കിടിലായിട്ടുണ്ട് എന്ന് നമ്മുടെ തായ്ജു പറയുന്നു. ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മുടെ യൂസൂറിയ പറയുന്നു. തന്നെ നമ്മുടെ യൂസൂറിയ ഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലാകുന്നതെന്ന് നമ്മുടെ കൊഹാക്കോ നെക്കിയും ചോദിക്കുന്ന സമയത്ത് ഞങ്ങളോട് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് തന്നെ റോക്കിനെ കുറിച്ച് എന്നോട് 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. തന്നെ നമ്മുടെ യൂസൂറിയ വന്നിട്ട് ആ ഷിപ്പ് മൊത്തത്തിൽ തന്നെ നമ്മളെ ചുറ്റി കാണിക്കുകയാണ്. ഷിപ്പിന്റെ താഴെ ലെവൽ 5-ൽ സ്ലീപ്പിംഗ് ബെഡ്സ് ഇരിപ്പുണ്ട്. അതിന് മുകളിലായിട്ടാണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഉള്ളത്. ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് സോളാർ റെയിലറാണ്. എമർജൻസി ആയിട്ട് ഷിപ്പിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടി എമർജൻസി റൂമും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഈ ഷിപ്പ് ഓടാൻ വേണ്ടിയുള്ള സംഭവം ഒരു എഞ്ചിൻ റൂം മാത്രമല്ല, നമ്മുടെ സേക്കുന് പ്രധാനമായിട്ട് വേണ്ടിയ ഒരു സാധനം ഒരു സയൻസ് ലാബ് ഒരു വണ്ടി പോലെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ വേണ്ടി എല്ലാ ആൾക്കാരോടും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സീ സിക്നസ് പിടിച്ചതോടെ തന്നെ ഒരുപാട് ആൾക്കാർ ബോധം കെട്ട് വീഴുകയും ഛർദ്ദിക്കുകയും ഒക്കെയാണ്. ഞാൻ സീ സിക്നസ് വരുമെന്ന് ചിന്തിച്ചു പോലുമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ലാബ് ഉണ്ടല്ലോ, ഞാൻ മരുന്ന് കണ്ടുപിടിക്കാം. അതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കു മരുന്നുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഈ പൂ കൊടുത്താൽ ശരിയാകുമോ? അപ്പൊ ഈ പൂ കൊടുത്താൽ അവരുടെ അസുഖം എല്ലാം മാറുമോ? ഇല്ല, അവർ മരിച്ചു പോകും. 10 മില്യൺ % പോയിസൺ ആണുള്ളത്. സമയത്ത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ആ പൂ ഉപയോഗിച്ചുകൊണ്ട് കുറെ അധികം പ്രോസസ്സ് ചെയ്തിട്ട് ആന്റിഡോട്ട് കണ്ടുപിടിക്കുകയാണ്. അസുഖം വന്ന എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് കൊടുക്കുകയുമാണ്. തന്നെ എല്ലാ ആൾക്കാരും നോർമൽ ആവുകയാണ്. നോർമൽ ആയെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി ജോലി നോക്ക് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സേക്കു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും കണ്ടിട്ട് നമ്മുടെ
സോയൊക്കെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിൽ ഇവിടുന്ന് സ്ട്രോ മരത്തിലെന്നുമായിട്ട് നമ്മുടെ ജീവനോ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്ന് നമ്മുടെ യൂഷി പറയുന്നു. സമയത്ത് തന്നെ ഒരു സ്ട്രോം വരികയാണ്. സോ അതിന്റെ വെള്ളവും ഇടിമിന്നലെല്ലാം കാരണം എല്ലാ ആൾക്കാരും പേടിച്ചിരിക്കുകയാണ്. കണ്ടിട്ട് നമ്മുടെ യൂഷി വളരെയധികം ടെൻഷൻ അടിക്കുകയാണ്. ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ, ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ കേട്ട സമയത്ത് തന്നെ ബാക്കിയുള്ളവർക്ക് പേടി വരുന്നു. എന്താണെന്ന് പറഞ്ഞത് നമ്മുടെ യൂഷിയോട് ചോദിക്കുന്ന സമയത്ത്, അല്ല ഈ ചായക്കത്തി കുറച്ച് മധുരം കുറവാണ് ക്യാപ്റ്റൻ, ഞാനായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമ്മുടെ യൂഷി പറയുന്നു. നമ്മുടെ സ്റ്റേക്ക് അങ്ങോട്ട് അലച്ചോണ്ട് വരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല. പക്ഷെ ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ്. ആ ഐലൻഡിലുള്ള ആൾക്കാർ ഫ്രണ്ട്ലി ആണോ അല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി പറ്റിയ ചാൻസ് ആണ്. ഇത് കേൾക്കുന്ന സമയത്താണ് അവർക്കും ഇത് ഒരു കിഡിലായിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സോയോയ്ക്ക് ആ ഐലൻഡിൽ ഉണ്ടായിരുന്ന കുറെ അധികം മെമ്മറീസ് ഓർമ്മ വരികയാണ്. ഇത് തന്നെയാണ് എന്റെ ഐലൻഡ് എന്നുമായിട്ട് നമ്മുടെ സോയോ കരയുകയാണ്. ഞാൻ നിങ്ങളുടെ ഐലൻഡിലേക്ക് വന്നിരിക്കുന്നു ഇഷിഗാമി ബാക്കിയ. എന്താണ് എനിക്ക് വേണ്ടി ഐലൻഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാൻ ഞാൻ ഒരുപാടധികം എക്സൈറ്റഡ് ആകുന്നു. നമ്മുടെ ഷേക്ക് പറയുകയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. സോ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് തന്നെ നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാറ്റിനം വേണമെന്നില്ല, അല്ലാതെ തന്നെ നൈട്രിക് ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വളരെയധികം കുറച്ച് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അത് വെച്ച് കുറച്ച് ഹ്യൂമൻസിനെ മാത്രമേ റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ പ്ലാറ്റിനം കിട്ടിയാൽ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നൈട്രിക് ആസിഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുപ്പിച്ച് തന്നെ എല്ലാ ആൾക്കാരെയും നമുക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്ലാറ്റിനം ആ ട്രഷർ ഐലൻഡിലെ ഒരു ചെസ്റ്റിലുണ്ട്. ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഐലൻഡിൽ ഒരു വില്ലേജും കൂടെ ഉണ്ട്. വില്ലേജിലുള്ള ആൾക്കാർ ഫ്രണ്ട്ലി ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. ആ വില്ലേജിൽ വൈമാൻ ഉണ്ടോ, ആ വൈമാൻ ആ വില്ലേജ് വളരെയധികം ഹൈഡായിട്ട് ജീവിക്കുകയാണോ എന്ന് നമുക്കറിയാം. ഇവിടെ തന്നെ സ്റ്റേക്കു ആ ചെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യം അത്രയ്ക്ക് ഈസി ആകത്തില്ല. സോ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കൂട്ടുന്നുണ്ട്. വളരെയധികം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ അതോ ഞാൻ അതിൽ ലെങ്ത് കുറയ്ക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. സോ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. നമ്മൾ അടുത്തൊരു ചാനൽ തുടങ്ങാൻ വേണ്ടി പോവുകയായിരിക്കും. സോ അത് മാത്രമല്ല എക്സാംസ് അടുത്ത് വരുന്നുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ ഒരു ദിവസം വിട്ടെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഡോക്ടർ സ്റ്റോൺ നിർത്താൻ വേണ്ടി പോകുന്നില്ല. ദ ഫ്രാഗ്മെൻറ്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ ആനിമി നിർത്താൻ വേണ്ടി പോകുന്നില്ല. കായിജ് നമ്പർ 8 സീസൺ 2 എക്സ്പ്ലനേഷൻ ഞാൻ നിർത്താൻ വേണ്ടി പോകുന്നില്ല. ഇതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.